ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമ്പന്നനാകാനുള്ള മാർഗം എന്താണ്? അത് ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുക, ദൈവത്തിൻ്റെ വചനം ഉള്ളിലെടുക്കുക, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുക. ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നവന് മാത്രമേ സമ്പന്നനാകാൻ സാധിക്കത്തുള്ളൂ. സമ്പന്നനായാലും സമ്പന്നതയിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ദൈവവചനം സ്വീകരിച്ചവന് മാത്രമേ സാധിക്കത്തുള്ളൂ. നമ്മൾ പലപ്പോഴും തിരുസഭയെ നോക്കി ആളുകൾ, പ്രത്യേകിച്ച് അസൂയക്കാർ പറയാറുണ്ട്, തിരുസഭയിൽ ഒരുപാട് സമ്പത്തുണ്ട്, എന്തിനാണ് ഇങ്ങനെ കുമിച്ചുകൂട്ടി വെക്കുന്നതെന്നൊക്കെ പറയാറുണ്ട്. ഇത് 1-2 വർഷം കൊണ്ടൊന്നും ഉണ്ടാക്കിയതല്ല. ഇത് 2000 വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. 2000 വർഷങ്ങളിങ്ങനെ സമ്പന്നതയിൽ നിലനിന്നത് കൊണ്ടാണ്, ദൈവവചനത്തോടിങ്ങനെ ഒട്ടി നിന്നതുകൊണ്ട് അവളിൽ തനിയെ പ്രാപഞ്ചികമായി കടന്നു വന്ന സമ്പന്നതയാണ് സഭയിൽ ഉള്ളത്. ആളുകളുടെ എണ്ണം കൊണ്ടാണെങ്കിലും പണത്തിൻ്റെയും മറ്റെല്ലാ കാര്യത്തിൻ്റെയും സമ്പന്നത കൊണ്ടാണെങ്കിലും സഭ എന്തുകൊണ്ട് സമ്പന്നയായിരിക്കുന്നു എന്നതിൻ്റെ ഉത്തരമാണ് അച്ഛൻ പറയുന്നത്. ദൈവവചനം അനുസരിച്ച് നിലനിന്നത് കൊണ്ടാണ് 2024 എന്ന ഈ വർഷത്തിലും അവൾ സമ്പന്നതയോടുകൂടെ നിലനിൽക്കുക. എവിടെ നിന്നാണ് തുടങ്ങിയെന്നോ? ഒന്നുമില്ലായ്മയിൽ നിന്ന്, ഒരു മുട്ടുസൂചി പോലും സ്വന്തമായി ഇല്ലാത്ത ഒരു തച്ചൻ്റെ കുരിശിൻ്റെ കീഴിൽ നിന്ന് തുടങ്ങിയതാണ് ഈ സഭ. ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് എങ്കിൽ കഴിഞ്ഞ 2024 വർഷമായി അവൾ ദൈവവചനത്തോട് ചേർന്ന് നിന്നു. അതുകൊണ്ടാണ് ഈ സമ്പന്നത. മറ്റൊരു പ്രസ്ഥാനവും ഇത്രമേൽ സമ്പന്നമായി നിലനിൽക്കുന്നില്ല. ഇത്ര വർഷം, ഇത്രയേറെ നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്നതായി ഇന്ന് ഈ ഭൂമിയിലില്ല, ഈ പ്രപഞ്ചത്തിൽ ഇന്ന് ഇല്ല. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: വ്യക്തികളുടെ ജീവിതത്തിലാണെങ്കിലും, കുടുംബങ്ങളുടെ കാര്യത്തിലാണെങ്കിലും, തിരുസഭയുടെ കാര്യത്തിലാണെങ്കിലും എപ്പോഴെല്ലാം ദൈവവചനത്തോട് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നുവോ, ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുന്നുവോ, ദൈവവചനം അനുസരിച്ച് നിൽക്കുന്നുവോ, അപ്പോഴെല്ലാം സമ്പത്ത് ഉണ്ടാകും. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടുള്ള സമ്പന്നത കൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.